അലനല്ലൂർ മേഖലയിലെ ലഹരി മാഫിയക്കെതിരെ പ്രത്യേക പോലീസ് സംഘത്തെ നിയമിക്കണമെന്ന് ആവശ്യം. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ടറിയിച്ച് ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ അംഗം റഷീദ് ആലായൻ. ജനങ്ങളുടെ പരാതിയിൽ പരിശോധനയ്ക്കായി എത്തിയ പോലീസ് സംഘത്തെ ലഹരി മാഫിയ കായികപരമായി നേരിട്ട സംഭവം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് മന്ത്രിക്ക് നിവേദനവും സമർപ്പിച്ചു. അലനല്ലൂർ കേന്ദ്രീകരിച്ചുള്ള അനധികൃത മദ്യവിൽപ്പനയും ഇതോടൊപ്പം നടക്കുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും പ്രത്യേക പോലീസ് സംഘത്തെ ഉപയോഗിച്ച് തടയണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചത്. മലപ്പുറം ജില്ലയോട് വലിയ അളവിൽ അതിർത്തി പങ്കിട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ നാട്ടുകൽ പോലീസിനെ കൃത്യമായി ഇടപെടൽ നടത്താൻ പലപ്പോഴും കഴിയാറില്ല. ലഹരി മാഫിയയുടെ ഭീഷണി പ്രദേശത്ത് തുടരുകയാണെന്നും ജനങ്ങളുടെ പരാതിയിൽ പരിശോധനയ്ക്കായി എത്തിയ പോലീസ് സംഘത്തെ ലഹരി മാഫിയ കായികപരമായി നേരിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റഷീദ് ആലായൻ മന്ത്രിയെ അറിയിച്ചു. പ്രദേശത്തെ ലഹരിമുക്തമാക്കാൻ തൂഫാന്റെ ഭാഗമായി പ്രത്യേക പോലീസ് സംഘത്തെ പ്രദേശത്തേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനവും അദ്ദേഹം സമർപ്പിച്ചു. ആവശ്യം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് റഷീദ് ആലായൻ പറഞ്ഞു. അലനല്ലൂർ ഈ സംഘത്തെ കണ്ടെത്താനും കൃത്യമായി പിടിക്കാനും നിയമ നടപടി സ്വീകരിക്കാനും ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്നുള്ളതാണ് ആ നിവേദനത്തിലെ ആവശ്യം. ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുംപുറങ്ങളിലെ ചെറിയ ചെറിയ അനധികൃത മദ്യക്കച്ചവടക്കാരെയും ആണ് ഈ ലഹരി സംഘം അവരുടെ രാസലഹരി വിൽപ്പന നടത്താൻ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന ഇതിനെതിരെ കേരളത്തിൽ മാതൃകയായിക്കൊണ്ടുള്ള തൂഫാൻ എന്ന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിച്ചുകൊണ്ട് അലനല്ലൂരിലെ ഈ സംഘത്തെ കണ്ടെത്താൻ ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് പ്രിയപ്പെട്ട ഷംസു കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിക്കാനും അതിന് ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലഹരി സംഘങ്ങൾക്കെതിരെ പൊതുപ്രവർത്തകർ ഉറച്ച നിലപാടെടുത്തതിന്റെ പേരിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള പ്രഖ്യാപനവും പ്രവർത്തനവും ഇവർ നടത്തിയിരുന്നതായി റഷീദ് ആലായൻ നിവേദനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.